അല്ല മരുമോളെ, ഇത് എത്ര നേരമായത്? മോളെ പ്രിയേ, ഇന്ന് നിനക്ക് പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സത്യം പറഞ്ഞ നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. താങ്ക് യു അച്ഛാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നീ വന്നേ എന്ത് പറ്റൂ. പറ്റി ഇല്ല, ഇവൾക്ക്? ഞാൻ വിടില്ല. അച്ഛ അവള് നമ്മുടെ കൂടെ വരില്ലെന്നാ പറയുന്നേ. എന്താ ചെയ്യാ? എന്റെ മോളെ, നീ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കണ്ടേ? ഓ, എന്താ ഇത് മോളെ? വീട്ടേക്ക് എടുത്ത് എന്തിനു നിർബന്ധിക്കുന്ന? അവള് കളിച്ചോട്ടെ ഇവിടെ ഇരുന്ന്. ആ, അവള് പറയുന്നത് ശരിയാ. അല്ലേലും നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തെ കുഞ്ഞിനൊട്ടും പിടിക്കത്തില്ല. പക്ഷെ അച്ഛാ, അവളെ എങ്ങനെയാ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തുന്നേ? അയ്യോ എടുത്തി, അവള് ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടെ ജീവനില്ലേ? പക്ഷെ ജീവൻ. അവള് പറഞ്ഞ ശരിയാ. നമുക്ക് രാമുവിനെയും വിളിച്ചോണ്ട് പോവാം. ജീവൻ വേണമെങ്കിൽ ഇവിടെ നിൽക്കട്ടെ. ജീവൻ, എന്താ സാർ? ഇങ്ങോട്ട് വന്നേ. അച്ഛാ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്താ? നീ വെറുതെ പേടിക്കാതിരി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കരുത്. ശരിയാ എടുത്തി. മോനെ, ഞങ്ങളൊക്കെ പുറത്തു പോവുക. പിങ്കി ഒറ്റയ്ക്ക് ഇവിടെ കാണും. ഓക്കെ സാർ. അവിടെ ടീച്ചർ വരും. നീ ഒന്ന് ശ്രദ്ധിക്കണേ. ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ നീ എങ്ങോട്ടും പോകാൻ പാടില്ല. ഞാനിവിടെ തന്നെ ഉണ്ടാവും സാർ. നിങ്ങളെല്ലാവരും പോയിട്ട് വരും. ഞാനിവിടെ ഉണ്ടല്ലോ. വെരി ഗുഡ്. പിങ്കി, നീ വേഗം അകത്ത് പോയിക്കേ. പോകാനാ പറഞ്ഞു, വേഗം അകത്ത് പോയിക്കേ. വാ പോവാ. വാ മോളെ. എടുത്ത് എന്താ നോക്കുന്നേ? വാ. ആ ആ ഇതാ വരുന്നു. ഈ ടോം ആൻഡ് ജെറിയുടെ സീഡി ഞാൻ എവിടെയാ വെച്ചേ? ആ, ഞാനത് താഴെയാ വെച്ചിരിക്കുന്നത്. പിങ്കി, 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 കണ്ണുറക്ക്. പിങ്കി, സിസ്റ്റർ, എന്താ? പിങ്കിക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ അകത്തുണ്ട്. ഡോക്ടർ വരുമ്പോ ചോദിച്ചോളൂ. ഓക്കെ. ശരി. വണ്ടി കാണുന്നില്ലല്ലോ. ആ ജീവൻ എവിടെ പോയി? പിങ്കി, പിങ്കി, എടുത്തി, അവിടെ നിക്ക്. ഇതെന്താ എടുത്തി, ഞാൻ പറയുന്നത് പറയുന്നത്? കേക്ക്. പിങ്കി, എടുത്തി, പിങ്കി, പിങ്കി, ഇതെവിടെ പോയി എന്റെ മോള്? എടുത്തി, അവിടെ നിക്ക്. പിങ്കി, മോളെ. ഡോക്ടർ സാറ്, ഇപ്പൊ കുട്ടിക്ക് എങ്ങനെയുണ്ട്? ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. സ്റ്റിച്ചും ചെയ്യേണ്ടി വന്നു. ഒരുപാട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോവാം. ശരി. പിങ്കി, പിങ്കി, നീ പ്രിയ, നീ ഇത് കണ്ടോ? ഇത് പിങ്കിയുടെ രക്തമാ. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അയ്യോ, ശശിയേട്ടാ, ശശിയേട്ടൻ എവിടെ പോയി? ശശിയേട്ടാ, ശശിയേട്ടാ. ചേട്ടത്തി, എന്ത് പറ്റി കൊച്ചമ്മേ? എന്റെ മോള് പിങ്കി, പിങ്കി എവിടെ പോയെന്നറിയോ? അയ്യോ കൊച്ചമ്മേ, നിങ്ങളുടെ കൂടെ വന്നില്ലേ? ഇല്ല, ഞങ്ങളുടെ കൂടെ പിങ്കി വന്നിട്ടില്ല. അവള് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. ആ ജീവൻ എവിടെ പോയി? ആ ജീവൻ എവിടെ പോയി? ഞാൻ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ജീവൻ വണ്ടി ഓടിച്ച് പോകുന്ന കണ്ടു. പിങ്കി ഉണ്ടായിരുന്നു അതില്. കാറ് വേഗത്തിൽ പോയതുകൊണ്ട് വണ്ടിയിൽ ആരായിരുന്നെന്ന് ഞാൻ കണ്ടില്ല. എനിക്കറിയാമായിരുന്നു. അവനെന്റെ മോളെ, അവനാണ് എന്റെ മോളെ കൊണ്ടുപോയത്. അവനെന്റെ മോളെ കൊണ്ടുപോയി. ഇനി അവൻ കിട്ടാത്ത ഏത് പണം ചോദിക്കും? എടുത്തി, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എടുത്തി, ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അല്ല, പണം ചോദിക്കാൻ അവൻ എന്റെ കുട്ടിയെ. ഇങ്ങനത്തെ ആൾക്കാർ പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ. എനിക്ക് അവനെ ആദ്യം കണ്ടപ്പോ തന്നെ സംശയം തോന്നിയതാ. അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഒട്ടും വിശ്വസിച്ചില്ല.
അന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇന്നെന്റെ മോളെ ജീവനോടെ ഉണ്ടായേനെ. പിങ്കി, ചെലപ്പോ വല്ല കാരണം കൊണ്ട് പിങ്കി അല്ല, ഈ നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും. കള്ളനോട്ടാണോ ശരിക്കുള്ള നോട്ടാണോ? ആ, സത്യം പറ വേഗം നോട്ടാ. ചെല്ല്. പക്ഷേ ഞാൻ അവനോട് കുറെ പ്രാവശ്യം പറഞ്ഞതല്ലേ അവളെ പഠിപ്പിക്കാൻ ട്യൂഷൻ ടീച്ചർ വരും, പുറത്തെവിടെയും പോകരുതെന്ന്. ഇപ്പൊ ഇത് കണ്ടോ, ചോര. എന്റെ മോളുടെ കണ്ണട. അവൻ നിർബന്ധിച്ച് എന്റെ മോളെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുക. എടുത്തി ഒന്ന് പേടിക്കണ്ടിരിക്ക, ഒന്നും ടെൻഷൻ വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അച്ഛനെ വിളിക്കാം. എന്റെ മോളെ ആ അയച്ചേക്ക്. ആ പറ മോളെ. അച്ഛാ, പിങ്കി മിസ്സിംഗ് ആ. വാട്ട്? അവൾ ഇവിടെ എവിടെയില്ല. നീ എന്താ ഈ പറയുന്നേ? അതെ അച്ഛാ, അച്ഛനൊന്ന് പെട്ടെന്ന് വാ. ഞാൻ ഇപ്പൊ തന്നെ വരാം, നീ ടെൻഷൻ ആവല്ലേ. മരുമോളെ, നീ ഒട്ടും പേടിക്കണ്ട. അവൻ അധിക ദൂരം ഒന്നും പോയി കാണില്ല. പോലീസ് സ്റ്റേഷനിൽ പിങ്കിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അവര് 4 ചുറ്റും അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിങ്കി, എടോ എടോ, എന്റെ മോളെവിടെ? തന്നോടാ ചോദിച്ച എന്റെ മോളെവിടെയെന്ന് പറ. എന്റെ മോളെവിടെയെന്ന് പറ. മരുമോളെ നിക്ക്, നീ എന്താ കാണിക്കുന്നേ? എന്റെ ഞാൻ മോളെ പറയുന്നത് എന്ത് കേൾക്ക്. ചെയ്ത് എന്റെ മോളെ? ജീവൻ ചോദിച്ചത് സംസാരിക്കാൻ കേട്ടില്ലേ? എന്റെ മോളെ നീ എന്ത് ചെയ്തോന്ന്? അമ്മേ, പിങ്കി, പിങ്കി, മോളെ പിങ്കി, മോളെ നിന്റെ തല എങ്ങനെയാ പൊട്ടിയത്? എങ്ങനെയാന്ന് പറ. അമ്മേ, ഞാൻ സീഡി എടുക്കാനായിട്ട് താഴെ പോയപ്പോ കാല് തെറ്റി വീണു. ജീവനങ്ങൾ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. അമ്മ എന്തിനാ ജീവനങ്ങളിനെ തല്ലിയത്? ജീവനങ്ങൾ നിന്നെ ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയോ? ആ അമ്മേ, അതെ. ജീവനാണോ കൊണ്ടുപോയത്? ഇതൊക്കെ ചെയ്തത് ജീവനാ? ജീവൻ എന്നോട് ജീവൻ ജീവൻ, ജീവൻ 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 ജീവൻ, ജീവൻ ജീവൻ. ജീവൻ എവിടെ പോയി? ഇത്രയും വലിയ തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ ദൈവമേ. ഒരു തെറ്റ് പോലും ചെയ്യാത്തവനെയാണല്ലോ ദൈവമേ ഞാൻ ഇങ്ങനെ അടിച്ചത്. പറ, എന്റെ മോളെവിടെയെന്ന് പറ. തന്നോടാ ചോദിച്ചേ, എന്റെ മോളെവിടെയെന്ന് പറയാൻ. നിങ്ങൾ ചെയ്ത പോലെ ഞാനും ഇത് തന്നെ ചെയ്തേനെ. നേരാണ്, ഞാൻ നിന്നെ എന്തുമാത്രം തെറ്റിദ്ധരിച്ചിരുന്നു എന്നറിയോ? ഇപ്പൊ എന്റെ തെറ്റെന്താണെന്ന് എനിക്ക് ബോധ്യമായി. ജീവൻ, നിന്റെ ഈ സ്വഭാവം എന്നെ വല്ലാതെ അമ്പരിപ്പിക്കുന്നു. നീ എത്ര നല്ല മനുഷ്യനാണെന്ന് നിനക്കേ അറിയില്ല. സത്യം ജീവൻ, എനിക്കിപ്പോ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞേ പറ്റൂ. ഐ ലവ് യു ജീവൻ.